ഹലോ എവരി വൺ, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനിന്ന് എൻ്റെ മാമാടെ വീട്ടിലാണ്. എൻ്റെ ഉമ്മ ഇപ്പൊക്കെ വോട്ട് ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയാണ്. അവർക്ക് ഇടയ്ക്കൂരാണ് വോട്ട്. അപ്പോൾ അവരവിടെ പോയി, രാവിലെ തന്നെ പോയി. തിരക്കാവുമ്പോഴത്തേന് വോട്ട് ചെയ്തിട്ട് വരാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. എനിക്ക് വോട്ട് ഹസ്ബൻഡിൻ്റെ അവിടെയാണ്. അപ്പോൾ ആള് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വിളിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുക്കണ കണ്ടിട്ട് ഉമ്മ എൻ്റെ അടുത്ത് വന്നിരുന്നു കേട്ടോ. അവൾ എന്ത് ഈ ഫോണിൽ നോക്കിയിട്ട് അതും ഇതൊക്കെ പറയണമെന്ന് വിചാരിച്ചിട്ടാവും. എൻ്റെ അടുക്ക ആൾ എനിക്ക് വയ്യാത്തത് എങ്ങനെ ഉണ്ട് എന്നൊക്കെ ചോദിക്കുകയാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടിരുന്നു. പിന്നെ ഇതാണ് എൻ്റെ രണ്ടാമത്തെ മാമാടെ വീട്, അതാണ് എൻ്റെ മൂത്ത മാമാടെ വീട്, അതിൻ്റെ ബാക്കിലാണ് എൻ്റെ വീട്. പിന്നെ ഉമ്മമാർക്കൊക്കെ വോട്ട് ചെയ്യാൻ വണ്ടി ഇപ്പോൾ വരും എന്ന് പറഞ്ഞു. അപ്പോൾ അവരൊക്കെ റെഡി ആയിട്ട് ഇരിക്കുന്നു. അപ്പോഴേക്കും വണ്ടിയൊക്കെ വന്ന് മാമിയും ഉമ്മമ്മൊക്കെ വോട്ട് ചെയ്യാൻ വേണ്ടി പോയി. അവരൊക്കെ പോയപ്പോൾ ഞാനും എൻ്റെ വീട്ടിലേക്ക് പോയിട്ടാ. ഇതാണ് എൻ്റെ വീട്. ഫുള്ള് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. ഒരു റൂമും ഒരു കിച്ചണും ബാത്റൂമുമാണ് ശരിയാക്കിയിട്ടുള്ളത്. ബാക്കി പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പിള്ളേരായിട്ടാണ് വന്നത്. സയാനെ ഐഷാനെ വിളിച്ചു പോവാൻ, നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട്. ഇതാണ് കേട്ടോ ഞങ്ങളെ ഹോള്. പക്ഷേ ഫുള്ള് പണിയൊന്നും കഴിയാത്ത കാരണം ഞങ്ങൾ തൽക്കാലം ഒരു റൂമും കിച്ചണൊക്കെ റെഡിയാക്കിയിട്ടാണ് കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ പോയപ്പോഴാണ് ഒരു മത്തങ്ങ കണ്ടത്. അത് നമ്മളെ ഇവിടുത്തെ പണിക്ക് വരുന്ന ചേട്ടൻ്റെ വീട്ടിലുണ്ടായതാണ്. അപ്പോൾ ആളവിടെ വെച്ചിട്ട് പോയതാണ്. അങ്ങനെ ഞാനൊരു തട്ടിക്കൂട്ട് പുട്ട് ഉണ്ടാക്കി. എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ. അപ്പോൾ ഞാൻ പുട്ട് ഉണ്ടാക്കി. പിന്നെ കോഴിമുട്ട ചിക്കിയതില്ലേ അതും ഉണ്ടാക്കി. എനിക്ക് പുട്ടിൻ്റെ ഒപ്പം അച്ചാർ, കോഴിമുട്ട ചിക്കിയത്, പപ്പടം അങ്ങനെയൊക്കെ കഴിക്കണ ഭയങ്കര ഇഷ്ടമാണ്. പുട്ട് പൊതുവേ എനിക്കിഷ്ടമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഞാൻ മുട്ട ചിക്കിയതും പുട്ടൊക്കെ റെഡിയാക്കി. ഐഷാക്ക് വേണ്ടാന്ന് പറഞ്ഞു. സയാൻ എൻ്റെ കൂടെ ഇരുന്നിട്ട് മുട്ട ചിക്കിയതും പുട്ടൊക്കെ കഴിച്ചിട്ടാ. ഞങ്ങൾ കുറേ നേരം കഥയൊക്കെ പറഞ്ഞേ പുട്ടൊക്കെ ആസ്വദിച്ച് കഴിച്ചിട്ടാ. നല്ല വൈബാണ്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഇരുന്നിട്ട് കഴിക്കാൻ ഭയങ്കര വൈബാണ്. അങ്ങനെ ഐഷാക്ക് ഞാനൊരു പിടി വാരി കൊടുത്തു. അവൾക്ക് വേണ്ടാന്നൊക്കെ പറഞ്ഞതായിരുന്നു. എന്നാലും നീ ടേസ്റ്റ് ഒന്ന് നോക്ക് ഞാൻ ഉണ്ടാക്കിയതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴേക്കും ഉമ്മമ്മയും മാമിയൊക്കെ വോട്ട് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ ചായ കുടിക്കായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അവർ പോയപ്പോഴും. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കല്ല് കളിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. രാവിലെ തന്നെ കല്ല് കളിക്കണതിനും ഉമ്മമ്മയുടെ കയ്യിൽ നിന്ന് നല്ല ചീത്തൊക്കെ കേട്ട്. എന്നാലും ഞാനും മാമിയും സയാനും കൂടി കല്ല് കളിക്കാമായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര വൈബാണ്. എല്ലാവരും നല്ല രസമാണ് ഇവിടെ എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ. ഇവിടെ വെച്ചാൽ കുറേ ആൾക്കാരുണ്ടല്ലോ മാമാടെ വീട്ടിലൊക്കെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഉമ്മ വോട്ടൊക്കെ ചെയ്തിട്ട് വരുന്നത്. കുറേ നേരമായി, 6:30 പോയത്. എപ്പോഴാണ് വരുന്നത്, തീരെ വയ്യ നിന്നിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾ വരുന്നത്. ചായ ഉപ്പാടെ വീട്ടിൽ നിന്ന് കുടിച്ചെന്ന് പറഞ്ഞ്. അപ്പോൾ വോട്ട് ചെയ്തതൊക്കെ കാണിച്ചു തരായിരുന്നു ആൾ. അങ്ങനെ ഞാനും വോട്ട് ചെയ്തിട്ട് വന്നിട്ടാ. എനിക്ക് ഉച്ചക്ക് വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് കാപ്പിരിക്കാട് സ്കൂളിലായിരുന്നു. അങ്ങനെ എൻ്റെ വോട്ടൊക്കെ ചെയ്ത് ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിലൊക്കെ. അപ്പോഴേക്കും ഞാൻ വോട്ട് ചെയ്ത് കുറച്ച് പോസ്റ്റൊക്കെ ഇടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മളെ ബിരിയാണി എത്തി. ചിക്കൻ ബിരിയാണി ആയിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കുഴപ്പമില്ല, നല്ല രസമുള്ള ബിരിയാണി ആയിരുന്നു കേട്ടോ. ഇക്ക ഷോപ്പിൽ നിന്ന് ഇടയ്ക്ക് പോയി കഴിക്കാറുണ്ട് എന്നാണ് പറഞ്ഞത്. പുത്തമ്പള്ളിയിലാണ് ഈ ഷോപ്പ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ച് കുറച്ച് നേരം ഞങ്ങൾ രാഷ്ട്രീയപരമായ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ രണ്ട് പാർട്ടികളാണ്. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടേതായ അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടാ. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, സീ യു.